പുരുഷന്മാർ ഇത്ര ലോലഹൃദയരാണോ? സ്ട്രെസ്സും സ്ട്രെയിനൊന്നും താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നമ്മുടെ സമൂഹത്തിലുള്ള പുരുഷന്മാര് സ്ട്രോങ് ആണെന്നാണ് വപ്പ്. അല്ല, ഞാൻ കേട്ടിരിക്കുന്ന പുരുഷൻ എന്ന വാക്ക് ധൈര്യത്തിന്റെ പ്രതിരൂപമാണ്. പക്ഷേ ഇന്നലെ വായിച്ചൊരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ പുരുഷന്മാരാണ്. കല്യാണം കഴിഞ്ഞ പുരുഷന്മാർ എന്താ കല്യാണം കഴിഞ്ഞ അത് കല്യാണം കഴിഞ്ഞ ആള് പറയട്ടെ, കൂട്ടത്തിലുള്ള പുരുഷനല്ലേ പറയും. അല്ല, ഇപ്പൊ താങ്കൾ ചോദിച്ച ലോലഹൃദയരാണ് പിന്നെ എന്തുകൊണ്ട് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് നമ്മ സമൂഹമാണ് അതിന് കാരണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം പുരുഷനിൽ അടിച്ചേൽപ്പിച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നീ പുരുഷനാണ്, പുരുഷത്വത്തിന്റെ പ്രതീകമാണ്, നീ എപ്പോഴും ബോൾഡായിരിക്കണം, നീ കരയാൻ പാടില്ല, നീ കുടുംബം നോക്കണം, നീ കുട്ടികളെ നോക്കണം, നീ ഒരു ബിസിനസ് ചെയ്താൽ എന്തിലും നീ വിജയിക്കണം. ഇങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യില്ല. ഈ സമൂഹം എന്ന് പറയുന്നത് ശരിക്കും പുരുഷന്മാർ തന്നെയല്ലേ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്? അല്ല, നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഞങ്ങൾ കരുതുക, അയ്യോ ഞങ്ങളെ ഇതൊക്കെ അടിച്ചേൽപ്പിച്ച് ഞങ്ങളെ വീട്ടിലിരുത്തുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതൊരു പോയിന്റാണ്. കാരണം ഈ ചേട്ടൻ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി കൂടുതൽ പുരുഷന്മാർക്കാണെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ റിലീഫ് നിങ്ങൾക്കല്ലേ? ഇവർക്കൊരു ടെൻഷൻ വന്നാൽ പോയി കള്ളു കുടിക്കാം, കൂട്ടുകാരെ വിളിച്ച് ചില്ല് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഇറങ്ങി ഒരു പാണ്ടക്കെട്ട് കൊടുത്ത് ഒരൊറ്റ ദിവസം പോവാം. റെസ്പോൺസിബിലിറ്റി കൂടുതലാന്ന് പറഞ്ഞാലും ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ ഇവർക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യം സമൂഹം കൊടുക്കുന്നുണ്ട്, അത് പുരുഷ സമൂഹം തന്നെയാണ് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ നേരത്ത് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഫെയിലിയർ ആയി കഴിയാൻ നേരത്ത് അയ്യോ ഞാനൊരു പുരുഷനല്ലല്ലോ, എൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ. ആ പ്രഷർ താങ്ങാനായിട്ട് അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ചിലപ്പോൾ കഴിഞ്ഞു വരില്ല. ഈ ഒരു പ്രഷർ അത് കല്യാണം കഴിച്ചു എന്ന കാരണം കൊണ്ടായിരിക്കില്ലല്ലോ, അവർക്ക് ആ ലൈഫ് സ്റ്റൈലോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അവരുടേതായ മാനസിക പ്രശ്നങ്ങൾ കാരണമല്ലേ. അല്ല, കല്യാണം കഴിച്ചു ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എന്തുകൊണ്ടാണ് അത് സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ കഴിഞ്ഞൊരു സ്റ്റഡി പ്രകാരം പറയുന്നത് കല്യാണം കഴിച്ച പുരുഷന്മാരിലാണ് ആത്മഹത്യ നിരക്ക് കൂടുതലെന്ന്. അപ്പോൾ അതിന് റീസൺസും പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വരാൻ നേരത്ത് ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഈ സമൂഹം നന്നാക്കണ ഈ റെസ്പോൺസിബിലിറ്റീസ് കൂടാതെ ഭാര്യയുടെ ഒരു വ്യൂസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ എന്താ നമ്മൾ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുണ്ട്, അവർക്ക് നമ്മളുടെ അടുത്ത് കുറേ കാര്യങ്ങളുണ്ടാവും. കല്യാണം കഴിഞ്ഞ ശേഷവും അവർ അതേയുള്ള അധികാരങ്ങളും കാര്യങ്ങളും അതേപോലുള്ള പെരുമാറ്റങ്ങളും അതേപോലുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മളെന്ന് വെച്ചാൽ പുരുഷന്മാരിൽ എക്സ്പെക്ട് ചെയ്യുന്നു. പല പുരുഷന്മാരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെയും കുടുംബക്കാരുടെയും ഇടയിൽ നിന്നുള്ള ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഭാര്യയുടെ കൂടെ നിൽക്കണോ ആ സംഭവം. അതിന്റെ ഒരു 10 ഇരട്ടി പ്രശ്നം സ്ത്രീകൾക്കുണ്ട്. ഒരു വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറിയ സ്ത്രീകൾ ഇതിന്റെ 10 അല്ല, ഒരു 10,000 വരെ. അല്ല, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള വ്യത്യാസം. ഇവരെന്തുകൊണ്ട് ആത്മഹത്യക്കോ അല്ലെങ്കിൽ വേറെ കാര്യത്തിലേക്ക് പോകുന്നു അല്ല, ഞാൻ പറഞ്ഞോട്ടെ, മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നിടത്ത് പെൺകുട്ടികൾക്ക് ദൈവം കനിഞ്ഞറിയ തന്നേക്കുന്ന ഒരു കേസുണ്ട്. എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർത്തലച്ച് കരയുക എന്നുള്ള അടിച്ചമർത്തനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഈ കരച്ചിൽ എന്ന് പറയുന്ന സമയം വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു. നിങ്ങൾക്കൊരു സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയധികം മാനസിക സ്ട്രെസ് ഇല്ലാത്തത്. സമൂഹം പറയാണ് പുരുഷനാണ് കരയാൻ പാടില്ല. ഒരു പുരുഷൻ കരയാൻ പാടില്ല എന്ന് പറയുന്ന നേരത്ത് അവൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും അടിച്ചതൊക്കെ ഉള്ളിലേക്ക് വെക്കാൻ നേരത്ത് പിന്നെ ഇവനൊരു റിലീഫിന്റെ മാർഗമായിട്ട് കണ്ടെത്തുന്നതെന്നറിയോ? ഈ പറയുന്ന ആൽക്കഹോളോ ഈ മയക്കുമരുന്നിലേക്ക് പോകും. കാരണം മാനസികമായ ആ ഒരു സഹിക്കാനുള്ള ഒരു ഇതില്ല എന്ന് പിന്നെ റെസ്പോൺസിബിലിറ്റി ആണ്. ശരിയാണ്, ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി എന്നുള്ളത് പുരുഷനായിരുന്നു. അത് കുറെ കാലം മുന്നേ തന്നെ. ഇപ്പോഴും സ്ത്രീ ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട് ഇല്ലേ? എന്നാലും പുരുഷന്മാർ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നുള്ള ആ ഒരു കൽപ്പിച്ചു. അല്ല, മേജർ ആയിട്ടുള്ള കേസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്തിനോടത്ത് തുറന്നു പറയുകയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് ജോലി സ്ഥലത്തെ വീട്ടിൽ ഈ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് വേറെ ആളുടെ തുറന്നു പറയാൻ നേരത്ത് അതെൻ്റെ ഒരു കുറച്ചിലാണ്, എൻ്റെ ഒരു ആണത്തത്തിന്. അല്ലെ എനിക്ക് എൻ്റെ ഭാര്യേനെയും അമ്മേനെയും ആൾക്കാരെയും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു പുരുഷൻ പറയുമ്പോഴത്തേക്കും അത് അവൻ്റെ ഒരു കുറച്ചിലായിട്ട് സമൂഹം കരുതോ എന്ന് കരുതാൻ നേരത്ത് ഇവൻ അത് അവൻ്റെ ഉള്ളിലേക്ക് ഒതുക്കും. അത് ഉള്ളിലേക്ക് ഒതുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ഇത് വിൽ ക്രിയേറ്റ് പ്രഷർ. ഇതിനുപരി അതർ ദാൻ റെസ്പോൺസിബിലിറ്റീസ് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യേണ്ട റീസൺസ് നിങ്ങൾ വേറെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞത് മുഴുവൻ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടല്ലേ. അതായത് കല്യാണം കഴിഞ്ഞ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഭാര്യയുടെയും കൂടി ഒരു റോൾ അതിലുണ്ട്.
ഇല്ലേ? ചിലര് ഇപ്പൊ റെസഷൻ ഒക്കെ ഉണ്ടായ സമയത്ത് ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട്, അതായത് താൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കുടുംബം രക്ഷപ്പെട്ടോളും എന്നോർത്ത് ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എക്സ്ട്രാ മറൈറ്റൽ അഫയേഴ്സ് ഭാര്യയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റാതെ കൊച്ചിനെയും കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. പക്ഷെ പെണ്ണുങ്ങൾ തിരിച്ചാ, ഇപ്പൊ ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫയർ പൊക്കി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അതിൽ നിന്ന് നൈസായിട്ട് മാറി സർവൈവ് ചെയ്യും. ഒരു സർവൈവിന് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പെണ്ണുങ്ങൾക്കുണ്ട്. പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല. ഇനി വേറെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യ മരിച്ചു പോയാൽ പുരുഷന് സർവൈവ് ചെയ്യാൻ പാടാണ്. കാരണം തലേ ദിവസം വരെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ പുരുഷനത് താങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ വേണ്ട മാറ്റം എന്താണ് സമൂഹത്തിൽ? അതായത് മാറ്റം വേണ്ടത് കുമ്പളങ്ങി നൈറ്റ്സിൽ പറയണ പോലെ എന്നെ ഒന്ന് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു കരഞ്ഞിട്ട് സജി പറയുന്ന ഒരു സീൻ. അല്ല, പലപ്പോഴും അത് തന്നെയാണ് വേണ്ടത്. നമുക്കൊന്നില്ലെങ്കിലും നല്ല സുഹൃത്തുക്കൾ വേണം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നല്ല സുഹൃത്തുക്കൾ വേണം. നമ്മൾ ആരോടെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 95% 98% നമ്മളിവിടെ ജീവിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻസും നമ്മൾ എന്തെങ്കിലും ഓരോ സൈക്കിക് ഇഷ്യൂസിലൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം മാസത്തിൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും നമ്മളെ പ്രശ്നങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ സംഭവങ്ങൾ കിട്ടും. അതെ, ഇപ്പൊ നമ്മളിന്ന് ലീവ് എടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിന് സുഖമില്ല. ഒരു ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലീവ് ലെറ്റർ എഴുതുക? നമ്മുടെ ബോസിന് ഐ എം സഫറിംഗ് ഫ്രം സ്റ്റൊമക് അല്ലെങ്കിൽ ഫീവർ, ഇങ്ങനെയുള്ള കള്ള റീസൺസ്. അതായത് എന്റെ മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു ലീവ് കൊടുക്കാൻ പറ്റുമോ? പുരുഷന് അങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പോലും അവർക്ക് കള്ളം പറയേണ്ടി വരികയാണ് പല സ്ഥലങ്ങളിൽ. അല്ല, പലപ്പോഴും ഇപ്പം ഞങ്ങൾ ഈ NLPയുടെ ഒക്കെ ക്ലാസ്സസ് എടുക്കാൻ നടത്തും. അതായത് ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസും ഒക്കെ ഉള്ള ആൾക്കാർ വരാറുണ്ട്. ഈ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ റേപ്പ് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുള്ള ആൾക്കാരെല്ലാം ഈ ക്ലാസ്സിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ ഇവർക്ക് കരയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അപ്പോൾ പലരും 2-3 ദിവസത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ പറയാമെന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് റിലീഫ്, പുതിയ മനുഷ്യനായിട്ട് തോന്നി എന്നൊക്കെ തോന്നുന്നിടത്ത് ഭയങ്കര ടെക്നിക്സ് ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സ് തുറന്ന് ആർത്തലച്ച് കരയാനുള്ള ഒരിക്കൽ എല്ലാവരും സൈക്കോളജി കൗൺസിലിംഗ് പോലെ ഉണ്ടെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കലും ഉണ്ടെങ്കിൽ. അപ്പോൾ പുരുഷന്മാർക്ക് ആർത്തലച്ച് കരയാനും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് എന്താ കെട്ടിപ്പിടിച്ച് കരയാനുള്ള ഒരു അവസരം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു വർഷത്തിലൊരിക്കൽ കല്യാണം കഴിച്ച ആളുകൾക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു കൗൺസിലിംഗ്, ഗവൺമെന്റിന്റെ വശത്തുനിന്ന് ഒരു സൈക്കോളജി കൗൺസിലിംഗ് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു, അത് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളതാണ് അല്ലേ. പിന്നെ വേറെ കേസും കൂടെ ഉണ്ട്. ഈ പലപ്പോഴും ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ കൂടുതൽ സ്ത്രീകളാണ് ഫ്രണ്ടിൽ. പക്ഷെ സക്സസ്ഫുൾ ആക്കുന്ന ആൾക്കാരെല്ലാവരും പുരുഷന്മാരാണ്. അതിന്റെ റീസൺ അറിയോ എന്താണ്? സ്ത്രീകൾ പലപ്പോഴും ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഭർത്താവുമായിട്ട് വഴക്കിട്ട് അല്ലെങ്കിൽ വേറെ ആളോട് വഴക്കിട്ട് ഞാനിപ്പോൾ പോയി കഴിയാന്ന് പറഞ്ഞാൽ കൈ കണ്ടിക്കുന്ന സാധനം. ഈ കൈ കണ്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ സമയം എടുത്ത് കഴിഞ്ഞിട്ട് ചാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ പിൽസ് കഴിക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷെ പുരുഷന്മാർ ചെയ്യുന്നുണ്ട്. അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരൊന്നില്ലെങ്കിലും തോക്ക് വെച്ച് വെടി വെച്ച് ചെത്ത് കളയും അല്ലെങ്കിൽ തൂങ്ങി ചെത്ത് കളയും. അതായത് മരിക്കണം എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിൽ ഉറപ്പിച്ച ശേഷം മാത്രമാണ് അവർ സാധനം ചെയ്യുക. ബാക്കി എല്ലാ ഡോറും ക്ലോസ് ചെയ്ത് എല്ലാ സാധനം ഒരു മനുഷ്യൻ രക്ഷിക്കുന്നില്ല. പക്ഷെ പകയില്ലാന്ന് പറയരുത്. 2 ആഴ്ച മുന്നേ നടന്ന ഒരു മോഡലിന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു, മോനെയും കൊന്നിട്ട്. അത് അവളോടുള്ള പക തീർക്കാൻ വേണ്ടി ചെയ്തതല്ലേ അത് ആക്ച്വലി. അയാൾക്ക് എന്തുകൊണ്ട് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തി നല്ല ജീവിതം നയിച്ചുകൂടാ, മാറി എന്നിട്ട് അവള് പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച പോരെ. പക ഈ രണ്ടിലും ഉണ്ട്. അല്ല, പക്ഷെ പക തീർക്കാനാണെങ്കിലും സൊസൈറ്റിയിലെ റെസ്പോൺസിബിലിറ്റീസിൽ മീറ്റ് ചെയ്യുന്നതിൽ സക്സസ്ഫുൾ അല്ല എന്ന് തോന്നിയാണെങ്കിലും എന്തൊക്കെ റീസൺ ആണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അമൂല്യമാണ്. നമുക്കൊരു ജീവനേ ഉള്ളൂ. ആത്മഹത്യ ഒരിക്കലും ഒന്നിനൊരു പരിഹാരമല്ല. ഈ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ എല്ലാവരും വിചാരിക്കണമെന്നറിയോ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നതോടെ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർന്നു വന്ന്. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, ഇയാൾ ആത്മഹത്യ ചെയ്യുന്നതോടെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ലഹരി ഇതിനൊരു കാരണം കൂടിയല്ലേ. ഇപ്പൊ സ്ത്രീകൾ അധികം പൊതുവെ മദ്യപിക്കില്ല എന്നാണ് പറയാം. ഇപ്പൊ ആണുങ്ങൾ കൂടുതൽ മദ്യപിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഈ ആത്മഹത്യ ടെൻഡൻസി കൂടുന്നത്? തീർച്ചയായിട്ടും. അവർക്ക് ബുദ്ധി ഉപയോഗിക്കാനുള്ള ഒരു ടൈം നഷ്ടപ്പെടുകയാണല്ലോ. കാരണം ടെൻഷൻ വരുമ്പോ തന്നെ ഇവരെ എടുത്തിട്ട് കള്ളു കുടിക്കുന്നു. അപ്പൊ അവർക്ക് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതൊരു റീസൺ ആണ്. റെസ്പോൺസിബിലിറ്റി എന്നുള്ള
ഒളിച്ചോട്ടം എന്നും അതിനെ പറയാം. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടുകയാണ്, അവിടെ തുടങ്ങുകയാണ്, അവിടെ തീരുന്നില്ല. പക്ഷെ ചിലരങ്ങനെ വിചാരിക്കുന്നില്ല എന്റെ കുടുംബം രക്ഷപ്പെട്ടോട്ടെ, ഞാൻ മരിക്കുന്നതിലൂടെ, അങ്ങനെ ചിന്തിച്ചാണ് മിക്ക പുരുഷന്മാരും ചെയ്യുന്നത്. ഒരു പക്ഷേ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഇത് താല്പര്യമില്ല, എവിടെയെങ്കിലും പോട്ടെ ഞാൻ പോവാ എന്നുള്ള. ഈ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ പോകാൻ നേരത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഇതേപോലെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻഹാൻസ് ചെയ്യുകയോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക, ഈ ആൽക്കഹോൾ സംഘടനകളൊന്നും പോവാതിരിക്കുക, ആരോടെങ്കിലും സംസാരിക്കുക. ഇപ്പൊ നേരത്തെ എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഒരു കോൾ സെന്റർ അടിച്ചതുകൊണ്ട് പണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് കാലം തൊട്ടേ ആണുങ്ങൾ നല്ല കള്ളു കുടിച്ചും ആൽക്കഹോൾ കഴിച്ചും നടക്കുന്ന അച്ചായന്മാരൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഈ ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആൽക്കഹോളിനെ അത്ര പറയാൻ പറ്റില്ല. സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഇതിന് കാരണമായിരിക്കും. അല്ല, ആയിരിക്കാം. ഇപ്പൊ നേരത്തെയുള്ള കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകുടുംബ വസ്തുതയിൽ വരാൻ നേരത്ത് ഒരു സമൂഹത്തിൽ പ്രശ്നങ്ങൾ കുറവായിരുന്നു. ഒരാൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാനും ഉപദേശിക്കാനും കൂടെ നിൽക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരാൻ നേരത്ത് അവരവരുടെ പ്രശ്നങ്ങൾ അവരവരിൽ തന്നെ എല്ലാവരും മനസ്സിലേക്ക് ഒതുക്കി വെക്കാൻ നേരത്ത് പിന്നെ ആശ്രയം എന്ന് പറയാൻ നേരത്ത് ഇതേപോലെ ഡ്രഗ് യൂസിലേക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ കോൾ സെന്ററിൽ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണതിന് മുമ്പ് ഒരു നിമിഷം വിളിക്കുമെന്ന്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരിക്കലും മൊമെന്റിൽ തോന്നുന്നതല്ലേ. ഇപ്പൊ ഗവൺമെന്റ് സംവിധാനങ്ങൾ തന്നെ കണ്ടില്ലേ, നമുക്കിപ്പോ ആത്മഹത്യ ചെയ്യാൻ തോന്നിയ നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് കുത്തി വിളിച്ചാൽ അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അരമണിക്കൂർ അല്ല, നമ്പർ നമുക്ക് വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് എല്ലായിടത്തും. പദ്ധതിയുടെ എന്തോ പേരുണ്ട് ഗവൺമെന്റ്. അപ്പൊ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസാരമായിട്ട് ഒരാൾ സംസാരിച്ചാൽ തീരാവുന്ന ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പോലും ആൾക്കാർ നിൽക്കുന്നില്ല, ഈ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുവാണ്. ദിലീപിന്റെ ഒരു സിനിമയുണ്ട് കഥാവശേഷം എന്ന് പറഞ്ഞിട്ട്, അവാർഡ് വിന്നിംഗ് ഫിലിമാണ്. അതിൽ നോക്കിയാലാണ് അതിൽ അവസാനം ദിലീപ് എന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്യാണ്. അതിൽ ലോട്ട് ഓഫ് റീസൺസ് കാണിക്കുന്നുണ്ട് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ. അതിൽ പെണ്ണ് ചതിക്കുന്നുണ്ട്, പിന്നെ ഒഫീഷ്യലി വരുന്ന സ്ട്രെയിൻ, ഇങ്ങനെ എല്ലാം കൂടി അയാൾക്ക് താങ്ങാൻ പറ്റാണ്ട് അയാൾ അവസാനം ആത്മഹത്യ ചെയ്യുക. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇയാൾ എന്തിനാ ആത്മഹത്യ ചെയ്യുന്ന ഒരു തോന്നല. കാരണം നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു റീസൺസ് ആ കഥാപാത്രത്തിന് ഇല്ല എന്നുള്ളതാണ്. കല്യാണത്തിന് മുമ്പ് കോളേജൊക്കെ കഴിഞ്ഞ് പഠിക്കുന്ന ജോലി കിട്ടുന്ന ആളുകളൊന്നും അത്ര ആത്മഹത്യയിലേക്ക് പോകുന്നില്ല. അല്ല, പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഒരു ഫാമിലി സിസ്റ്റത്തിലേക്ക് വരാൻ നേരത്ത് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രഷറും വൈഫിൻ്റെ ഭാഗത്തുനിന്നുള്ള പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുള്ള അത് ഒരു പ്രഷറും താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. സമൂഹത്തിൽ നിന്നുള്ള പ്രഷറും ഒക്കെ ആൾക്കാർക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. നമ്മൾ പറയാറില്ലേ, ഒഫീഷ്യലി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ഫേമസ് ആയാലും അല്ലെ എന്തൊക്കെ അച്ചീവ് ചെയ്താലും നമ്മുടെ ഫാമിലി ശരിയല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാരീഡ് പേഴ്സൺസ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പറയാൻ കാരണം വേറൊന്നിലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റില്ല. കുടുംബം ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്തവർ അതിൽ ഹാപ്പി അടിച്ചു പൊളിച്ച് നടക്കും. പെട്ടെന്ന് കല്യാണം കഴിക്കും, പക്ഷെ ഇതിന്റെ തലയിലായാലും ഇതിന്റെ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ തുടങ്ങുന്നു. അങ്ങനെ പോയി സമൂഹം അടിച്ചേൽപ്പിച്ച ബാക്കി കാര്യങ്ങൾ സമൂഹം പുരുഷനാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറണം. പിന്നെ ആത്മഹത്യ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഒന്നിനുള്ളൊരു പരിഹാരമല്ല എന്നുള്ള കേസ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് മാരീഡ് ആയിട്ടുള്ള പുരുഷന്മാർ ഇതിലേക്ക് പോകുന്നു എന്നുള്ള കേസ്. അപ്പോൾ പുരുഷനിലേക്കുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പുരുഷനിലെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ ഒരു സംഭവം ഫുള്ളായിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.